ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ ചായപ്പടയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചായയൊക്കെ കുടിച്ച് പോയ കോലാണ് ഈ കാണുന്നത്. ചപ്പാത്തിയും ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂ കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ചിലർക്ക് ഇഷ്ടമായില്ല, പൊന്നൂസൊക്കെ ആയി വേണ്ട ഇതാണോ അതാണോ എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഓടിയിട്ടുണ്ട്. പക്ഷെ മറ്റവർക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ല കേട്ടോ. മനുവിനും ആദിക്കും അല്ലുവിനും ഒക്കെ ഇഷ്ടമായി. എല്ലാവരും കഴിച്ചുട്ടാ. അപ്പൊ ഇനി അച്ചുട്ടി മദ്രസ ഇട്ട് വരാനേക്കണ്. അപ്പൊ അതാ ഞാനിവിടെ നേരത്തെ തന്നെ ഒന്ന് ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടാ. പിന്നെ അപ്പോൾ ചോറ്റിനൊക്കെ വെള്ളം വെച്ച് മീൻ എന്ന് കൊണ്ടുവന്നത് മത്തി എന്നിട്ടാ. നല്ല നാടൻ മത്തി എന്ന് പറഞ്ഞാല് നെയ്യൊക്കെ ഉള്ള മത്തി ഉണ്ടല്ലോ, നമ്മള് പണ്ടത്തെ നല്ല നാടൻ മത്തി, അതാണ് കേട്ടോ ഇന്ന് ഉണ്ടായിരുന്നത്. കടിയല്ല, സോറി, മീനിട്ടാ ഇല്ല. എന്നാൽ രാത്രി കൊണ്ടുവന്നേ നല്ല മത്തി, നല്ല നെയ്യുണ്ട് കേട്ടോ നല്ല മത്തിക്ക്. അപ്പോൾ അത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ക്ലീൻ ആക്കി കട്ട് ചെയ്ത് വെച്ചു. അപ്പം ഇനി അതിനെ അത് കുറച്ച് മീൻ എടുത്തിട്ട് പൊരിച്ചെടുക്കണം. പിന്നെ കുറച്ച് തേങ്ങ അരച്ചിട്ട് കറി വെക്കണം കേട്ടോ. തേങ്ങ അരച്ച് കറി വെച്ചാലേ അവിടെ 2 നേരത്തിന് ഉണ്ടാവുള്ളൂ. ഇന്നലെ ചീരൻ്റെ ഇല കറി വെച്ച് കുറേ കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പക്ഷേ അത് എല്ലാവരും വരി തന്നെയല്ലേ. അപ്പോൾ തേങ്ങ അരച്ച കറിയൊക്കെ ഇഷ്ടം. ചീരക്കറിയും കറുമത്തിക്കറിയൊക്കെ നല്ല ഇഷ്ടമാണ്, കുമ്പളങ്ങ കറിയൊക്കെ കേട്ടോ. അപ്പോൾ കറി ഉച്ചയായപ്പോൾ ഉച്ച വരെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ രാത്രിയേക്ക് പിന്നെ തക്കാളി താളിച്ചു. അപ്പോൾ ഇന്ന് പിന്നെ രണ്ടും കൽപ്പിച്ച് കുറേ അരച്ച് കറിയൊക്കെയാണെന്ന് വിചാരിച്ചിട്ടാണ്. മീൻകറി ആകുമ്പോൾ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരച്ച് കറി വെക്കാൻ വേണ്ടി കുറച്ച് അരച്ച് കറി വെക്കും. 3 മത്തി എടുത്തിട്ട് അരച്ച് കറി വെക്കും, ബാക്കി എടുത്തിട്ട് പൊരിച്ചട്ടാ, അങ്ങനെ വിചാരിച്ചിരിക്കണത്. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാണ്ട് മുറ്റടിക്കലൊക്കെ കഴിഞ്ഞുട്ടാ. പിന്നെ കാടമുട്ട പെറുക്കാനായിട്ട് പോവാണ് കേട്ടോ. കാടമുട്ട പെറുക്കിയിട്ടില്ല. അപ്പോൾ കാടമുട്ട മക്കളോട് ആദ്യമോട് പെറുക്കാൻ വന്നപ്പോൾ അവിടെ കുറച്ച് ചെറുതായിട്ട് കൂടൊക്കെ പൊട്ടിപ്പൊഴിഞ്ഞിട്ട് വേറെ കുറച്ച് കാടകളുണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കി. നിങ്ങൾ അറിഞ്ഞോ? ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. കുറച്ച് കാടകളൊക്കെ മുട്ടയിൽ കമ്മിയായപ്പോൾ നമ്മൾ കൊടുത്തിട്ടാ. അപ്പോൾ അത് കൊടുത്തപ്പോൾ ആ കൂടിൽ കുറേ ഭാഗങ്ങൾ പൊട്ടിപ്പൊഴിഞ്ഞൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നലെ അതൊക്കെ സിമെൻ്റൊക്കെ ഇട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. സിമെൻ്റൊക്കെ ഇട്ടിട്ട് തേച്ച് കണ്ട് മടകളും മോട്ടകളൊക്കെ വലിയ പെരുമ്പാമ്പുണ്ടായിരുന്നു അതിൽ, എന്താണ് കടക്കൂട്ടിലിട്ടാ വലിയ മൂർക്കന്. അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ. എന്തൊരു വലിപ്പിച്ചിട്ട് എൻ്റെ അത്ര വലിപ്പമുള്ള മൂർക്കം പാമ്പിട്ടാ. അതുമുള്ള മുട്ട മൊത്തം വീങ്ങിയിട്ട് വയറ് മണിമണിയൊക്കെ ആണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന മടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മടകളൊക്കെ അടിച്ച് പൊട്ടി പൊളിഞ്ഞിട്ട് ക്ലീൻ ആക്കി സിമെൻ്റൊക്കെ ഇട്ട് തേച്ച് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം നനക്കാനുണ്ട്, പിന്നെ കാടകളെ മുട്ട വെറുക്കാനുണ്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എന്താ പറയുക, അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഒരുങ്ങാണ്. പാത്രം എടുത്തോണ്ടേ ഇവിടെ ഞാൻ ഇന്ന് പെറുക്കൂല, ഞാൻ നാളെ പെറുക്കൂല എന്നുള്ള പരാതിയാണ് കേട്ടോ. അപ്പോൾ കാടമുട്ട കുറച്ചുണ്ടാവുള്ളൂ രാവിലെ, പക്ഷെ എന്നാലും എടുത്തോണ്ടേ ഞാൻ ഇവിടെ പോലെ. അപ്പം കാടമുട്ട പെറുക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര തിരക്ക്. ഞാൻ പെറുക്കൂല, അല്ല് പെറുക്കട്ടെ, അല്ല് പറയും ഞാൻ പെറുക്കൂല, ആദ്യം പെറുക്കട്ടെ. ഞാൻ രാവിലെ എന്നും തിരക്കാണ് രാവിലെ. രാവിലെ കുറച്ച് മുട്ട ഉണ്ടാവുള്ളൂ, പക്ഷെ അത് പെറുക്കാൻ ഭയങ്കരമായിട്ട് തിരക്കാണ്. മുട്ടപാത്രം ഇന്നലെ കാടമുട്ടൻ്റെ ബോക്സ് ഇല്ലാത്തതുകൊണ്ട് മുട്ട പെട്ടിയാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ഞാൻ തന്നെ മുട്ട പെറുക്കാൻ പോണത് കേട്ടോ. എല്ലാവർക്കും ഇന്നെ തന്നെ വിടണം കേട്ടോ. മക്കൾക്കൊക്കെ ഞാൻ പോണതാ ഇഷ്ടം, എന്താ ചെയ്യാ. അങ്ങനെ രാവിലെ കുറച്ച് മുട്ട ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് പെറുക്കും. അത് പെറുക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ വെള്ളപാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. ഈ കാടാക്ക് എന്ന് പറഞ്ഞാൽ വൃത്തി ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഡെയിലി നമ്മൾ കൂട് നല്ലോണം ക്ലീൻ ആക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് അസുഖം വരും. അസുഖങ്ങൾ വന്നാൽ ഒന്നിന് അസുഖം വന്നാൽ മതി, പിന്നെ കൂട്ടത്തോടെ ചാവൂട്ടാ. പെട്ടെന്ന് അസുഖങ്ങൾ ഇവർക്ക് പകരും. കാരണം ഒരുമിച്ച് എല്ലാവരും കൂടി നിൽക്കല്ലേ. അപ്പോൾ കോഴിക്കളമായിരുന്നല്ല, ഓരോരുത്തർക്ക് മരുന്ന് കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ വെള്ളപാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്ത മുട്ടയൊക്കെ പെറുക്കി വെച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ.
പിന്നെ അസുഖങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മളതിന് മരുന്ന് അപ്പം തന്നെ കൊടുക്കണം. അല്ലെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ ഇവർക്ക് പകരണ കാടകൾ പറഞ്ഞത് മറ്റേ കോഴിക്കളെ മാതിരിയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് അസുഖം പകരും. അങ്ങനെ അതാ മൊത്തമായിട്ട് ക്ലീൻ ചെയ്യുക, തീറ്റയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അതൊക്കെ ഉണ്ട് അടുത്ത ഡ്യൂട്ടി. നമ്മളിവിടെ എന്നും ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ, വെള്ളപ്പാത്രം ഡെയിലി ക്ലീൻ ചെയ്യണം കേട്ടോ. എന്നാൽ അസുഖങ്ങൾക്കൊക്കെ കുറേ കുറവുണ്ടാവും കേട്ടോ. ഇതാണ് ഇവിടെ പരിപാടി. ഇന്നലെ രാത്രി കൊടുന്ന ബത്തക്കാണ് കേട്ടോ. പകുതി ഇന്നലെ വെട്ടി തിന്ന്, നേരം വെളുത്ത് നീച്ച് ചായ കുടിച്ച് അപ്പം തന്നെ കണ്ടില്ലേ ആ ഫ്രിഡ്ജിലെ ബത്തക്ക എടുത്ത് മുണങ്ങണം. ചുട്ടിക്ക് കഷ്ണം ഞാൻ വാങ്ങിച്ചതുണ്ടല്ല, ഞാൻ ഇപ്പം തീരുത്. എൻ്റെ അച്ചുട്ടിനെ കാത്തിക്കാണ് ഗേസ്. എൻ്റെ അച്ചുട്ടി വരുന്നത് കാണാനില്ല, അപ്പം വരും. മദ്രസ ഇട്ട് വരാനേക്കണം. ഇപ്പം പിന്നെ വണ്ടി ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ തിരഞ്ഞുകൊണ്ട് ആവശ്യമില്ല. എന്ത് സൂപ്പർ ഫാസ്റ്റാ മോളൂ ഇത്? മോളൂ സൂപ്പർ ഫാസ്റ്റ് സ്കൂട്ടിയാണോ കാറാണോ ജീപ്പാണോ ഈ വന്നത്? കണ്ടില്ലേ വണ്ടി വരാ. മോൾ കൂടെ വരാം, മോൾ കൂടെ പൊട്ടും, പറുത പൊട്ടൂലേ? മുട്ടായിട്ടില്ലേ? മുട്ടായി മുട്ടായി തരൂലേ? നീ കുട്ടികൾ നോളിച്ചിട്ടില്ലല്ലോ ആരും. ടി വി ഒക്കെ ഉണ്ടോ മദ്രസില്? ഏതാ ടി വി ഒക്കെ ഉണ്ടോ നിങ്ങളെ മദ്രസില്? ഏത് പാട്ടാണ് പാടിയത്? ഏതാ മോള് പാട്ട് പാടിയത്? പറ, ഏത് പാട്ടേന്ന് പറയാ, ഏത് പാട്ടേന്നു? അലിഫം പഠിക്കാം. ചാടിച്ചാൻ പോലെ നടക്ക. അപ്പോൾ ഇതാണ് നമ്മളെ ഉരുളക്കിഴങ്ങിൻ്റെ ഇഷ്ടം കേട്ടോ. അപ്പം ആ കറീൻ്റെ ചുട്ടിക്കും വേണ്ടാന്നാ പറഞ്ഞത്, ഒക്കെ പഞ്ചസാര മതി. അല്ലട്ടെ എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് പറ്റി. എൻ്റെ ചുട്ടിക്ക് പഞ്ചസാര മതിയായിരുന്നു. പഞ്ചസാര ചായ കുത്തുക, പഞ്ചസാര കുത്തുക. ബിസ്മില്ല. ഇത് ഇതിനേക്കാൾ രസം ഇഷ്ടം കറി. അങ്ങനെ അച്ചുട്ടിക്കൊക്കെ ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചോറും കൂട്ടാൻ ഉച്ചക്കത്തെ പരിപാടിക്ക് ഞങ്ങൾ ഒരുങ്ങണം കേട്ടോ. അപ്പോൾ കറി മീൻ കറി ആയതുകൊണ്ട് തന്നെ ഈ കുറച്ച് ഊർക്കാപ്പുളിയൊക്കെ വേണം കേട്ടോ. അപ്പോൾ പിന്നെ മരത്തുമ്മ പോയി നല്ല മൂത്ത ഊർക്കാപ്പുളി അറക്കണം കേട്ടോ. അപ്പോൾ ഊർക്കാപ്പുളി ഉണ്ടായാൽ പിന്നെ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞ് വീണ് തീരും കേട്ടോ. അപ്പോൾ പൊന്നൂസാണ് കേട്ടോ നമ്മളെ ക്യാമറമാനായി വീഡിയോ എടുക്കണത്. ഞാൻ എടുത്തോളാന്ന് പറഞ്ഞിട്ട് ഓളം എടുക്കണത് കേട്ടോ. ഒക്കെ കൈ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കും കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഊർക്കാപ്പുളി കുറച്ചൊക്കെ അതിൻ്റെ പാകത്ത് നമ്മൾ പുളിക്കനുസരിച്ച് ഊർക്കാപ്പുളി ഇട്ടെടുക്കും. മാങ്ങ ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ മദ്രസൊക്കെ വിട്ട് വന്ന് ചായപ്പട കഴിഞ്ഞാൽ പിന്നെ ഇതന്നെ പരിപാടി കേട്ടോ. അച്ചും പൊന്നും ഒരു തുണിയും അതുപോലെ തന്നെ പായൊക്കെ നീത്തിയിട്ട് ഇവിടെ പഴയ നമ്മളെ കുട്ടിക്കാലത്തെ കളി ഉണ്ടല്ലോ, അതിന് പിലായ്പിലോട് കുറച്ച് തൊപ്പിയും ചിരട്ടിയും അതുപോലെ തന്നെ പാത്രങ്ങളും ഗ്ലാസ്സും ഒക്കെ ഉണ്ടാക്കിക്കണം കേട്ടോ. അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കളിച്ചാണ് കേട്ടോ. അമ്മയും കുട്ടിയായി കളിച്ചാണ്. പൊന്നൂസാണ് കേട്ടോ അമ്മ, അച്ചുട്ടി കുട്ടിയിട്ടോ. അങ്ങനെ രണ്ടാളും കൂടി ഭയങ്കര കളിയിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അടങ്ങി ഇരുന്നോളൂ കേട്ടോ. ഇങ്ങനെ കളി കളിച്ചാൽ അടങ്ങി അവിടെ ഇരുന്നോളും മുറ്റത്ത്. പിന്നെ അവസ്ഥ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അകത്തേക്ക് കയറ്റുള്ളൂ കേട്ടോ. മണ്ണിലാണ് കളിക്കുന്നത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് അകത്തേക്ക് അങ്ങോട്ട് കയറ്റും. അതുവരെ അവിടെ പുറത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ കളി.
അങ്ങനെ എന്താ നമ്മുടെ കറിയൊക്കെ റെഡിയാക്കിയിട്ടാ. കറി ഇതാ മീൻകറി ഓർക്കാപ്പുളിയൊക്കെ ഇട്ട് മീൻകറിയൊക്കെ വെച്ച് ഉലുവട്ടുണ്ട് തൂമ്പിച്ച് ചെറിയ ഉള്ളി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതിന് ഉലുവട്ട് കാണുന്നുണ്ട് തൂമ്പിച്ചിട്ടാ. പിന്നെ ചീരൻ്റെ ഇല ഉണ്ടായിരുന്നു, ചീരൻ്റെ ഇല തോരൻ ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ തന്നെ ഇന്നത്തെ കൂട്ടാൻ കേട്ടോ. പിന്നെ മീൻ പൊരിച്ചാണ്ടിട്ടാ, മീൻ പൊരിച്ചാൻ മസാലയൊക്കെ ഇതാ കൂട്ടി വെച്ചിരിക്കണം. അപ്പോൾ ഇത് മക്കൾക്ക് ഭയങ്കര വിശപ്പിട്ടാ, ചോറ് തരി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ മീനൊക്കെ ഒന്ന് വേഗത്തിൽ നിന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. നല്ല നാടൻ മത്തി അതുകൊണ്ട് തന്നെ ടേസ്റ്റ് കേട്ടോ. മത്തി ചില മത്തിയൊന്നും വലിയ രസം ഉണ്ടാവില്ല, പക്ഷെ ഇന്നത്തെ മത്തി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇക്കൊക്കെ വരാറായിക്കണം കേട്ടോ. നേരം 12:30 മണിയാകുമ്പോൾ ഇക്ക വീട്ടിൽ പെരീക്ക് എത്തും കേട്ടോ. ഇവിടെ ഒക്കെ അതാ ഒരു ഇന്ന് ഭയങ്കര പൈപ്പ്, ഇന്ന് പുറത്ത് ഭയങ്കര കളിയെന്നു. അങ്ങനെ പൊന്നൂസും മച്ചുട്ടിയും കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് ചോദിച്ചിട്ടുണ്ട്. മീൻ പൊരിച്ചതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ചോറ് എന്നാളി പറഞ്ഞാണ്ട് തിരക്ക് കൂടുന്നു. പിന്നെ ചായക്കടിയെ നിന്നിട്ടുള്ളൂ, കഞ്ഞി കുടിച്ചാലൊന്നും നിന്നിട്ടില്ല. അപ്പോൾ അത് പുറത്ത് ഭയങ്കര കളി എന്നിട്ടാം, അതുകൊണ്ട് തന്നെ ആവും ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞിട്ട് ചോറ്. ഇപ്പോൾ ചീരൻ്റെലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഉണ്ടോ ചോറിന് തിരക്ക് കൂടുന്നത്. അങ്ങനെ മീനൊക്കെ പൊരിച്ച് അതിൻ്റെ ഇടയിൽ ഫോണിൽ ചാർജൊക്കെ കഴിഞ്ഞിട്ടോ ഇക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ചോറൊക്കെ വിളമ്പി വെച്ച് കൊടുക്കണം കേട്ടോ. എല്ലാവരും ചോറുന്നലൊക്കെ കഴിഞ്ഞ് ഇതാ എൻ്റെ അച്ചുട്ടിയൊക്കെ ഇതാ കുളിച്ച് റെഡി ആയിക്കണേട്ടാ. ഞോള് എന്തിപ്പോൾ മദ്രസക്ക് രാവിലെ പോകണത് കൊണ്ട് തന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഓള് ഉച്ചക്കൊന്നും ഉറങ്ങൂട്ടാ. എന്നോട് പറയും ഉറങ്ങൂല എന്നൊക്കെ പറയും, പക്ഷെ എന്നാലും ഞാൻ ഒപ്പം കിടന്ന് കുറച്ചേരം ഓളന്നിങ്ങൾ ഉറക്കുമ്പോൾ തന്നെ ഓൾ ഉറങ്ങൂട്ടാ. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഉറങ്ങാനുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളത്. നേരത്തെ പണിയൊക്കെ തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പിന്നെ വൈഫൈ കട്ട് ആയിക്കണെന്നല്ലേ, നെറ്റ് കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ഇന്ന് കയറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഫോണുമ്പോൾ വല്ലാതെ ഇരുന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് പണികളൊക്കെ കഴിഞ്ഞ് ഈ നമ്മൾ ഈ ഫോണുമ്മ കുത്തിരുന്ന് കഴിച്ചുമ്പോഴാണ് ഓരോന്ന് കണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ പണികളൊന്നും കഴിയാണ്ട് ഇങ്ങനെ ഇരിക്കല്. അപ്പോൾ ഇപ്പോൾ നെറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫോണുമ്മ വല്ലാതെ തോണ്ടിയിരുന്നിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ. പിന്നെ ഇനി ചുടിനെ ഉറക്കാനുണ്ട്, അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇനി വൈകുന്നേരം കുട്ടികൾക്ക് പോകുമ്പോൾ എന്തെങ്കിലും ചായക്കടി ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞോളാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ടാറ്റാ, ബൈ ബൈ. See you.